EP ജയരാജൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. ഒരു നീക്കമാണ്. ഞാനിതിൻ്റെ മധ്യത്തിലുണ്ട്, ഞാനവിടെ തടഞ്ഞു. അത്തരത്തിലൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളതാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഭീകരന്മാരുടെ രൂപത്തിൽ വിമാനത്തിൽ കയറി വിമാനത്തിനകത്ത് ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണോത്സുകമായി ഓടി വരുന്നവരെ ഞാൻ അതിൻ്റെ കോറിഡോറിലാണ്, വഴിയിൽ തടഞ്ഞു നിർത്തി. അവർക്ക് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ കഴിയും. ആ സംഭവം സംബന്ധിച്ച് പിന്നീട് പോലീസ് അന്വേഷണം നടത്തി. ആ 3 പേരെയും അന്ന് വിമാനത്തിനകത്ത് വെച്ച് തന്നെ എനിക്ക് വന്നവരെ ഇറങ്ങുമ്പോഴേക്ക് പിടികൂടി. അവരെ പേരിൽ പോലീസ് നടപടിയെടുത്തു. ആ അക്രമ സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ആദ്യത്തേതാണ്. ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഏതൊരാൾക്കും നിസ്സാരമായി കാണാൻ കഴിയുന്നതാണ്. ആ തരത്തിലാണെന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചത്, UDF പ്രവർത്തിച്ചത്. ആ സംഭവത്തിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു, നിയമപരമായിട്ടുള്ള അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിന് മേലെയുള്ള നടപടികളായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു കേസിൽ പ്രതികളായിട്ടുള്ളവർ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, ഇവിടെ തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ അവർ എനിക്ക് നേരെ കേസെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരാതി കോടതിയിൽ കൊടുത്തു. യഥാർത്ഥത്തിൽ അത് കൊടുക്കേണ്ടത് പോലീസിലാണ് ആദ്യം. പോലീസ് കൊടുത്തുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. പോലീസ് കൊടുത്താലും സാധാരണഗതിയിൽ അന്വേഷിക്കുന്ന ഏത് പോലീസിനും ആ സംഭവത്തെ സംബന്ധിച്ച് ആ പ്രതികൾക്കെതിരെ കേസെടുക്കാനേ സാധിക്കും. അത്തരമൊരു നടപടിയാണ് ഉണ്ടായത്. ആ നടപടിയെ കോടതിയുടെ മുമ്പിലൊരു കേസ് വന്നാൽ കോടതിക്കത് പരിശോധിക്കാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കോടതി പോലീസല്ല. കോടതി അന്വേഷിക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും പറയാം. അതുകൊണ്ട് കോടതിയല്ലേ, കോടതി ഇപ്പോഴെന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ വിശദാംശം നോക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. പക്ഷേ ഒരു ഭീകര സംഘം ഒരു വിമാനത്തിനകത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ആ സംഭവത്തെ ഒരു ജുഡീഷ്യറിക്കും നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ കോടതിയിൽ വന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാകുന്ന കാര്യമല്ല. എന്നെ ഏതെങ്കിലും കാരണവശാൽ കോടതി ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ കോടതിയോട് പറയും. ഇപ്പോൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട്, എന്താണ് സ്വീകരിച്ചത്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ച നടപടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. പക്ഷേ ഇത് ഒരു ഭീകരന്മാരുടെ സംഭവമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ് സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ജയരാജൻ, അതായത് 2022 ജൂൺ 13 ഇൻഡിഗോ വിമാനത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് അന്ന് ഫർസീൻ മജീദും ഒപ്പം തന്നെ മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള RK നവീൻ കുമാറും പ്രതിഷേധിച്ചത്. അന്ന് ഇവരും മുഖ്യമന്ത്രി വധശ്രമത്തിനെതിരെയായിരുന്നു ഇവർക്കെതിരെ EP പരാതി നൽകിയത്. പിന്നീട് പക്ഷേ അങ്ങനെയല്ല, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുക മാത്രമാണ് ചെയ്തത്, EP ആണ് ആക്രമിച്ചതെന്നുള്ളതായിരുന്നു പരാതി. അതിലാണ് ഇപ്പോൾ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ EP ജയരാജന്റെ പ്രതികരണം.